ക്ഷേത്രവും ക്ഷേത്ര പരിസരവും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി. കടയ്ക്കൽ, ആറ്റിങ്ങൽ ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിൽ ഹൈക്കോടതി അന്തിമ ഉത്തരവിറക്കി. മുൻ ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്ന് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിജീഷ്, വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ സുപ്രധാനമായ കാര്യം, അതായത് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല, അക്കാര്യം കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്? രാഗി, ക്ഷേത്രങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന LDF സർക്കാരിന്റെയും CPM-ന്റെയും എല്ലാം നീക്കങ്ങൾ അത് കർശനമായി തന്നെ തടഞ്ഞുകൊണ്ട് കോടതിയും അതിൽ ഇടപെട്ടിരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡുകൾ ഇക്കാര്യത്തിൽ CPM-ന് അനുകൂലമായ ഒരു നിലപാടുകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും പരിമിതികളുണ്ട് എന്നെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ കോടതി ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് കടയ്ക്കൽ ക്ഷേത്രവും ആറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാന ആലാപനവുമായി ബന്ധപ്പെട്ട് കർശനമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ക്ഷേത്രങ്ങൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണങ്ങളുടെ വേദിയാക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും വിപ്ലവ ഗാനങ്ങൾ പോലുള്ള ഗാനാലാപനങ്ങളുടെയും വേദിയാക്കാൻ പാടില്ല. അവിടെ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമാണ് നടക്കേണ്ടത്. 1988 നിയമത്തിൽ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിലെ 3 വകുപ്പിൽ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് അത് പരിപാലിക്കേണ്ടത്, ക്ഷേത്രങ്ങൾ എത്രമാത്രം പരിപാവനമായി പരിപാലിക്കണം എന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അത് പാലിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ 3 ദേവസ്വം ബോർഡുകളോടും, തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചി ദേവസ്വം, മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കർശനമായ ഒരു നടപടിയെടുക്കാനും, അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടി എടുക്കാനും, വിപ്ലവ ഗാനങ്ങൾ അവിടെങ്ങളിൽ ആലപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുമുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഗസൽ ഗായകൻ അലോക്ഷി 2 തവണയാണ് ഈ 2 ക്ഷേത്രങ്ങളിലായി വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച സംഭവം ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരട് സ്വദേശിയായ പ്രകാശൻ കോടതിയെ സമീപിച്ചത്. ഇതിൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൊല്ലം കടക്കൽ ദേവീക്ഷേത്രം, ഒപ്പം തന്നെ ആറ്റിങ്ങൽ ശ്രീ ഇണ്ടിലിയപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ വിപ്ലവ ഗാനാലാപനം നടന്നത്. ഗസൽ ഗായകൻ അലോഷിയാണ് അത് അവിടെ തടിച്ചുകൂടിയ ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് എന്നും സംഘാടകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താൻ ചെയ്തത് എന്നെല്ലാമായിരുന്നു ഒരു വിശദീകരണം. നേരത്തെ കേസും എടുത്തിരുന്നു. കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അതേ കാര്യം തന്നെ മറ്റൊരിടത്ത് ആവർത്തിക്കുകയായിരുന്നു. അങ്ങനെ കൃത്യമായി അല്ലെങ്കിൽ സംഘടിതമായ ആലോചനയിൽ തന്നെ വിപ്ലവ ഗാനങ്ങൾ ക്ഷേത്രങ്ങളിൽ ആലപിക്കുന്നു. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാക്കിയും അവർ അത്തരം താല്പര്യങ്ങളുള്ള ഒരു ഭാഗമാക്കി മാറ്റുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, വിവാഹ ചടങ്ങിനിടെ SFIക്ക് അനുകൂലമായ SFI മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവങ്ങൾ തളി ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അവിടെയാണ് കർശനമായ ഒരു നിർദ്ദേശം കോടതി ഇപ്പോൾ ഉത്തരവായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ക്ഷേത്രങ്ങളെ ഇത്തരത്തിലുള്ള പരിപാടികളുടെ വേദിയാക്കാൻ പാടില്ല എന്ന് തന്നെയുള്ള നിർദ്ദേശമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ജിജീഷ്, ക്ഷേത്രവും ക്ഷേത്ര പരിസരവും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കടയ്ക്കൽ, ആറ്റിങ്ങൽ ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിലാണ് ഹൈക്കോടതി അന്തിമ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മുൻ ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്ന് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശം നൽകുന്നതിനൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്നുകൂടി കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചെറിയൊരു ഇടവേള.